ദാ ഇത് മതി, എനിക്ക് ഈ കളറാണ് ഏറ്റവും കൂടുതൽ നന്നാവുക എന്ന് ആര്യ എപ്പോഴും പറയാനുള്ളതാണ് എന്നറിയാമോ? തൻ്റെ ഫോൺ സിദ്ധാർത്ഥിൻ്റെ മുഖത്തിന് മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് അനഘ ചോദിച്ചു. ഫോൺ സ്ക്രീനിൽ ഒരു പർപ്പിൾ കളർ കാഞ്ചീപുരം സാരി തെളിഞ്ഞു നിന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ ആ സാരി സ്വന്തമാക്കാൻ പോകുന്നതിൻ്റെ ആകാംക്ഷയും ഒപ്പം സിദ്ധാർത്ഥിൻ്റെ അംഗീകാരത്തിനായുള്ള ഒരു കാത്തിരിപ്പും ഉണ്ടായിരുന്നു അവളിൽ. പക്ഷെ സിദ്ധാർത്ഥ് അത് കേട്ട ഭാവമേ നടിച്ചില്ല. അവൻ്റെ വിരലുകൾ സ്വന്തം ഫോണിൽ എന്തോ പരതുകയായിരുന്നു. കുറച്ചു നേരമായി അവൾ ആ പർപ്പിൾ സാരിയുടെ ഗുണങ്ങൾ വാതാരാതെ വായിലിട്ടടക്കുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ ശ്രദ്ധ അതൊന്നും പിടിച്ചതേയില്ല. അവൻ്റെ മൗനം അനഘയെ അല്പം ചൊടിപ്പിച്ചു. അവൾ മുഖം വീർപ്പിച്ചു. അവനെ ഒന്ന് നോക്കിയെങ്കിലും അവൻ തൻ്റെ സ്ക്രോളിംഗ് വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് സിദ്ധാർത്ഥിൻ്റെ വിരലുകൾ ഒരു റെഡ് ചില്ലി കളർ കാഞ്ചീപുരം സാരിയിൽ ഉടക്കി നിന്നത്. ആ ചുവപ്പിന് ഒരു പ്രത്യേക അഴകായിരുന്നു. സാരിയുടെ ബോർഡർ സ്വർണ്ണ നിറത്തുള്ള ചെറിയ പുട്ടകളും വലിയ ഗോൾഡ് സെറി വർക്കുകളും ആ പട്ടുസാരിയിൽ കൂടുതൽ പ്രൗഢമാക്കി മാറ്റിയിരുന്നു. അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ നിറം അനഘയുടെ മുഖത്തിൽ പടരുന്നതും അവൾ അത് ഉടുത്തു നിൽക്കുന്നതും അവൻ്റെ മനക്കണ്ണിൽ തെളിഞ്ഞുപോയി. അവളുടെ കറുത്ത ഇടതൂർന്ന മുടിയിൽ ആ ചുവപ്പ് സാരിയും തമ്മിലുള്ള ചേർച്ച അവൻ മനസ്സിൽ കണ്ടു. ദാ ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. ഇതിൽ ഇനി യാതൊരു മാറ്റവുമില്ല. ഫോൺ അവളുടെ നേരെ പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ ഒരുതരം അധികാരവും അവൾക്ക് മേലുള്ള തൻ്റെ പ്രണയവും അവകാശവും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. നാളെ നിന്റെ വീട്ടിൽ അപ്പച്ചിയും മറ്റുള്ളവരും ചോദിക്കുമ്പോൾ നീ ഇതേ കളർ ഇതേ ഫോട്ടോ തന്നെ കാണിച്ചു കൊടുത്താൽ മതി, കേട്ടല്ലോ? അനഘ ഒന്ന് പരുങ്ങി. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ ആ ഉറച്ച ഭാവം കണ്ടപ്പോൾ അവൾക്ക് മറുത്തു പറയാൻ തോന്നിയില്ല. എങ്കിലും പർപ്പിൾ കളറിനെ തഴഞ്ഞുള്ള ചെറിയൊരു കുശുമ്പ് അവൾക്ക് മുഖത്ത് നീലിച്ചിരുന്നു. അവൾ തൻ്റെ ചുണ്ടുകളൊന്ന് കൂർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. കോളേജിൽ നിന്ന് ലീവെടുത്ത് തന്നെയും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വന്നത് തന്നെ അവളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അനഘയ്ക്കും അറിയാം. തൻ്റെ ഇഷ്ടങ്ങൾക്ക് മുകളിൽ സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും അവൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി. പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ആ റെഡ് ചില്ലി സാരിയുടെ മനോഹാരിത വിരിഞ്ഞു തുടങ്ങിയിരുന്നു. സിദ്ധാർത്ഥ് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ സൈഡ് മിററിലൂടെ അവളുടെ വീർപ്പിച്ച മുഖം കണ്ട് അവൻ ഉള്ളിൽ ചിരിച്ചു. ഈ കുഞ്ഞു പിണക്കങ്ങൾക്കും പരിഭവങ്ങൾക്കും അപ്പുറം താൻ തിരഞ്ഞെടുത്ത ആ ചുവപ്പ് നിറം പോലെ തന്നെ തീവ്രമാണ് അവരുടെ പ്രണയമെന്ന് അവനും അറിയാമായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ കാറിൽ നിന്നിറങ്ങുമ്പോൾ അനഘയുടെ ഉള്ളിൽ അപ്പോഴും ആ ചുവപ്പ് സാരിയുടെ ഓർമ്മകളാണ്. നിങ്ങൾ നേരെ ജയലക്ഷ്മിയിലേക്ക് വന്നാൽ മതി, അവിടെ വെച്ച് കാണാം എന്ന് സിദ്ധാർത്ഥ് പ്രത്യേകം പറഞ്ഞിരുന്നു. സ്വന്തം കടയായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഏറ്റവും നല്ലത് കുറഞ്ഞ വിലയിൽ നൽകാൻ അവന് സാധിക്കുമെന്ന് അവൾക്കും അറിയാമായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ ആ വലിയ ഷോപ്പിങ്ങിന് മുന്നിൽ രാഘവനും സാവിത്രിയമ്മയും അനിയത്തിയും ആരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടി നീ വരാൻ ഇത്ര വൈകിയത്? എവിടെ സിദ്ധാർത്ഥ്? സാവിത്രിയമ്മ ചോദിച്ചു. അവൻ വരും അമ്മേ, നമ്മളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട്. അനഘ അവരെയും കൂട്ടി ഷോറൂമിലേക്ക് കയറി. എയർ കണ്ടീഷൻ ചെയ്ത ആ വലിയ ഹാളിൽ നിരനിരയായി തൂക്കിയിട്ടിരിക്കുന്ന പട്ടുസാരികൾ കണ്ടപ്പോൾ സാവിത്രിയമ്മയുടെ കണ്ണുകൾ വിടർന്നു പോയി. സാവിത്രിക്ക് നമുക്ക് നല്ലൊരു സെറ്റ് സാരി തന്നെ നോക്കാം, രാഘവൻ പറഞ്ഞു. അനഘ ഓരോന്നായി എടുത്തു നോക്കി. ഒടുവിൽ മൈലാഞ്ചി പച്ച നിറത്തിലുള്ള ഒരു കാഞ്ചീപുരം സാരി അവൾ അമ്മയ്ക്ക് വേണ്ടി എടുത്തു. അതിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ മാങ്ങ ഡിസൈനും ഉണ്ടായിരുന്നു. അമ്മ ദാ ഇത് നോക്കിയേ, ഈ പച്ച അമ്മക്ക് നല്ല ഐശ്വര്യമായിരിക്കും. കല്യാണ പെണ്ണിൻ്റെ അമ്മയ്ക്ക് ഒരു ഗമ വേണ്ടേ? അനഘ ചിരിച്ചുകൊണ്ട് അമ്മയുടെ തോളിൽ ആ സാരി വെച്ചുകൊണ്ട് നോക്കി പറഞ്ഞു. ഇത് നല്ലതാ മോളെ, ഒരുപാട് ആഡംബരവുമില്ല, എന്നാൽ നല്ല ലുക്കുമുണ്ട്. സാവിത്രിയമ്മക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്തത് ആര്യയുടെ ഊയമാണ്. അവൾക്ക് വേണ്ടി അനഘ തിരഞ്ഞെടുത്തത് ഒരു ലാവൻഡർ ഫാൻസി ലഹങ്കയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ചേരുന്ന ലളിതമായ വർക്കുള്ള ഒരു ലഹങ്കയായിരുന്നു. ആര്യ അത് കണ്ട് തുള്ളിച്ചാടി. ചേച്ചി ഇത് സൂപ്പർ, എനിക്ക് ഇതാ വേണ്ടത്, അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ എടുത്തോ മോളെ, പക്ഷേ പൈസ ഒരുപാടാവില്ലേ? രാഘവൻ അല്പം ആശങ്കയോടെ അനഘയോടായി ചോദിച്ചു. അതൊന്നും അച്ഛൻ പേടിക്കണ്ട, ബില്ല് വരുമ്പോൾ നോക്കാം, അനഘ രഹസ്യമായി പറഞ്ഞു ചിരിച്ചു. അവർ സെലക്ഷൻ കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ട് അച്ഛാ, എല്ലാം ഇഷ്ടപ്പെട്ടോ? അവൻ അച്ഛനോട് വിനയത്തോടെ ചോദിച്ചു.
സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ സാവിത്രി അമ്മയുടെ മുഖത്ത് ഒരു പ്രത്യേക തെളിച്ചം വന്നു. ബില്ലടിക്കാൻ നേരത്ത് അനഘ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥ് ഇടപെട്ടു. കടയുടെ ഉടമസ്ഥൻ തൻ്റെ മരുമകനും ആയതുകൊണ്ട് തന്നെ വലിയൊരു ഡിസ്കൗണ്ട് അവൻ അവർക്ക് നൽകി. രാഘവൻ അത് വലിയൊരു ആശ്വാസമായി മാറി. കടയിൽ നിന്നിറങ്ങുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം കണ്ട് അനഘ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ നന്ദിയും അതിലേറെ പ്രണയവും നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു ആ നിമിഷം. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൻ കാട്ടിയ ഈ കരുതൽ അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. പിറ്റേന്ന് നേരം പുലർന്നാൽ തന്നെ കല്യാണ തിരക്കുകളിലേക്കാണ്. തലേ ദിവസം രാത്രി ഉറക്കം കുറവായിട്ടും അനഘയുടെ മുഖത്ത് ഒരു പ്രത്യേക ഉന്മേഷമുണ്ട്. വീട്ടിൽ വന്ന അതിഥികൾ വീട്ടുകാർക്കുമായി അവൾ ഓരോന്ന് വിളമ്പിക്കൊടുക്കുന്ന തിരക്കിലാണ്. അമ്മയെ ആ അപ്പവും കറിയും ഇങ്ങോട്ടെടുത്ത്, അപ്പച്ചക്ക് ഒന്നുകൂടി വേണമെന്ന് നോക്കുന്നു. അവൾ അടുക്കളയിലും ഉമ്മറത്തുമായി ഓടി നടന്നു സാവിത്രിയമ്മയെ സഹായിച്ച് പണികളെല്ലാം ഒതുക്കി തീർത്തപ്പോയേക്കും സമയം 11 സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ശങ്കരൻ മാഷും അമ്മയും അപ്പച്ചിയും മക്കളുമെല്ലാം അനഘയുടെ വീട്ടിലെത്തി. എല്ലാവരും കൂടി വീണ്ടും നേരെ പുറപ്പെട്ടത് ജയലക്ഷ്മിയിലേക്കും. സിദ്ധാർത്ഥ് അവിടെ നേരെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഷോറൂമിലെ വലിയ വെഡ്ഡിംഗ് കളക്ഷന് മുന്നിൽ എല്ലാവരും കൂടി നിന്നു. പല നിറത്തിലുള്ള സാരികൾ സെയിൽസ് ഗേൾ ഓരോന്നായി വിടർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ അനഘയുടെ കണ്ണ് തിരിഞ്ഞത് മറ്റൊന്നിലേക്കാണ്. പെട്ടെന്നാണ് സിദ്ധാർത്ഥ നേരത്തെ മാറ്റിവെച്ചിരുന്ന ആ റെഡ് ചില്ലി കാഞ്ചീപുരം സാരി അവരുടെ മുന്നിലേക്ക് എടുത്തു വെച്ചത്. അതിൻ്റെ തിളക്കവും ആ വലിയ ഗോൾഡ് സെറി വർക്കുകളും കണ്ടപ്പോൾ എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നുപോയി. എനിക്കിത് മതി, ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, മറ്റൊന്നും നോക്കാതെ അനഘ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. എന്നാൽ മോളെ ഒന്ന് ചുറ്റി നോക്ക്, നിനക്ക് ചേരുന്നുണ്ടോ എന്ന് നമുക്ക് കാണാലോ, അപ്പച്ചിയും നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. അനഘ ട്രയൽ റൂമിൽ പോയി ആ സാരി ഒന്ന് ചുറ്റി വന്നതും അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണുകൾ വിടർന്നു. ചുവപ്പ് നിറം അവളുടെ വെളുത്ത നിറത്തിന് അത്രമേൽ അഴക് നൽകിയിരുന്നു. സ്വർണ്ണ നൂലുകൾ അവളുടെ മുഖത്തെ തിളക്കം കൂട്ടി. എൻ്റെ ഈശ്വര, ലക്ഷ്മി ദേവി നേരിട്ട് ഇറങ്ങി വന്നതുപോലെയുണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ കാണാൻ.